ഇനി എന്തുകൊണ്ട് ഗോപികയില്ല? That was actually my decision. I felt loved. എന്നെ ആരോ പ്രണയിക്കുന്നുണ്ടെന്ന് തോന്നി, കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം. അതായിരുന്നു. എനിക്ക് ആരെയും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ശരിക്കും ഹാപ്പി തന്നെയല്ലേ? ഹാപ്പിയല്ല, ഞാൻ ഒട്ടും ഹാപ്പിയല്ല. എൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ ഒരു സംഭവം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ലവറുണ്ടോ? ഓക്കെ, ഐ ആം റിവീലിംഗ് ദിസ്. അതിനോടൊരു ഹോപ്പില്ല എന്ന് ഞാൻ വളരെ അടുത്താണ് അറിയുന്നത്. കരച്ചിലൊക്കെ ഒതുക്കി പിടിച്ച് വിഷമം അല്ലേ പിടിച്ച് ഭയങ്കര ചിരിച്ചോണ്ട് തന്നെ. എനിക്കങ്ങനെ കരച്ചിൽ വരില്ല പൊതുവെ. അത് കൺവേർട്ട് ചെയ്ത് ലൈക്ക് ചിരിയായിട്ട് വരുള്ളൂ. ഇപ്പം തന്നെ ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ വന്ന പല ചോദ്യങ്ങളാണ്. പക്ഷെ ശരിക്കും എന്തിനാ അങ്ങനെ അറിയുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്കതൊരു സെൻസുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. എന്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അതറിഞ്ഞാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി പത്തറ്റിക്. എന്തോ ഒരു മാനസിക വൈകല്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഐ മീൻ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഐ എം സോറി ടു സേ, ബട്ട് ഒരു അമ്മായി സ്വഭാവം എന്നൊക്കെ പറയില്ലേ. ഈ വീട്ടിലൊക്കെ ആ സമയത്ത് എങ്ങനെയുണ്ട്? സപ്പോർട്ടൊക്കെ ആയിരുന്നു നമുക്ക്? വീട്ടുകാരൻ അല്ല, ഞാൻ ചോദിക്കുന്നത് വീട്ടുകാരൻ്റെ സപ്പോർട്ട് എനിക്ക് ശരിക്കും ആവശ്യമില്ല. ഞാൻ ഓടിക്കുന്നൊരു സംഭവമാണ്. അതായത് ഈ ബേസിക്കലി നാട്ടുകാർ പറയുന്നതൊന്നും കേൾക്കാതെ ഞാൻ വരുന്നത് വീട്ടുകാർ പറയുന്നത് കേൾക്കാത്തതുകൊണ്ടാണ്. എനിക്ക് ഇവിടെ നിന്ന് ഓൾറെഡി നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാർ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം ദാറ്റ്സ് ആക്ച്വലി ട്രാപ്പ്. നമ്മളിതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്കില്ല. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹലോ ഗൈസ്, ഇന്ന് നമ്മളോട് ഉള്ളത് ഒരു സക്സസ്ഫുൾ യൂട്യൂബറാണ്, ഒരു വെറൈറ്റി നെയിം ഒക്കെ ഉള്ള ഒരാളാണ്. ലെറ്റ്സ് വെൽക്കം തുപ്പൽ പൊട്ടാസ്. ശരിക്കുള്ള പേര് ഇതുവരെ എങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? അതിൻ്റെ ഒരു തുപ്പൽ പൊട്ടാസ് മാത്രം അങ്ങനെ ഒതുക്കി നിർത്തുന്നത്? അത് ഒബ്വിയസ്ലി ഒരു ക്രേസി നെയിമാണ്. പിന്നെ കുറച്ച് ലൈക്ക് നമുക്കൊരു യൂണിക്നെസ് വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടു. ആൾക്കാർക്ക് ലൈക്ക് ഡിസ്കസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സംഭവം, ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളൊരു സംഭവം. എന്താ എല്ലാവരും മിസ്റ്ററി പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നത്? എനിക്കറിയില്ല, അതങ്ങനെ ആയിപ്പോകുന്ന ആകാം. ഇന്റൻഷനലി ചെയ്യുകയാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അല്ല. ഇത് നമ്മളുടെ ഈ പ്രൈവറ്റ് ലൈഫും ഈ കരിയർ ലൈഫും കൂടെ ബ്ലെൻഡായി വരുമ്പം വരുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായിരിക്കുള്ളൂ. കാരണം നമ്മൾ ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു യൂട്യൂബറായിട്ട് നിൽക്കുമ്പം ഒബ്വിയസ്ലി നമ്മുടെ പ്രൈവറ്റ് ലൈഫ് എവിടെയെങ്കിലുമൊക്കെ എക്സ്പോസ് ആയി തുടങ്ങും. സോ അത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്തു കൂട്ടുന്ന സംഭവങ്ങളാണ് ഈ മിസ്റ്ററിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. തുപ്പൽ പൊട്ടാസും ചേച്ചിയും തമ്മിൽ അടിച്ച് പിരിഞ്ഞോ? ഇതാണ് സീരിയസ്ലി ചോദിക്കുന്നത്. ഗോപികയുടെ ഇഷ്യൂസ് ആണ് കണ്ടിന്യൂസ്ലി ചോദിച്ചോണ്ടിരിക്കുന്നത്. ആരാണ് ഗോപിക? ആക്ച്വലി എന്റെ ഫ്രണ്ടിന്റെ നേരത്തെ വീഡിയോ ചെയ്തോണ്ടിരുന്ന ലിയോ എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ലൈക്ക് റിലേഷൻഷിപ്പ് ഉള്ളൊരു ലൈക്ക് റിലേഷൻഷിപ്പിലുള്ള ആളാണ്, പാർട്ണർ ആവാൻ പോകുന്ന ആളാണ്. ഇപ്പം അവരുടെ കല്യാണമൊക്കെ അടുത്തു. സോ അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി ചേച്ചിയായി. ആ ചേച്ചിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയായിരുന്നു? ചേച്ചിന്ന് വിളിച്ചു തുടങ്ങുന്നത് ആക്ച്വലി 2 കാര്യങ്ങളാണ്. ഓൾറെഡി സേറ എൻ്റെ വീഡിയോസിലുണ്ടായിരുന്നു. അപ്പോൾ സേറക്ക് ഒരു ഇഷ്യൂ ആയിരുന്നു. കാരണം പെട്ടെന്ന് സേറ മാറിയിട്ട് വേറൊരു പെണ്ണ് വരുമ്പോഴേക്കും ഒബ്വിയസ്ലി അവിടെ ഒരു ക്ലാഷ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സേറ ഞാൻ അത്യാവശ്യം നല്ല ബോണ്ടാണ്. അപ്പോൾ അത് പോരെന്ന് വിചാരിച്ചാണ് ഞാൻ ഗോപികേനെ സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേച്ചിന്ന് വിളിക്കുന്നത്. അപ്പോൾ ശരിക്കും ചേച്ചി എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാത്രം അല്ല, സോഷ്യൽ മീഡിയക്ക് വേണ്ടി വീഡിയോസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോഴും ഞാൻ ചേച്ചി തന്നെ വിളിക്കുന്നത്. കാരണം പ്രായത്തിന് മൂത്താണ്. ഒബ്വിയസ്ലി ഇപ്പം ലിയോനെ ഞാൻ ചേട്ടനെ പോലെ കാണുന്നത്, ആ പുള്ളിക്കാരനെ. അപ്പം ചേട്ടൻ കെട്ടിക്കൊണ്ടിരുന്ന പെണ്ണെന്ന് പറയുന്നത് ഒബ്വിയസ്ലി എനിക്ക് ചേച്ചിയായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. അപ്പം സോഷ്യൽ മീഡിയ പിന്നെ ഞാനൊരു പോയിന്റിൽ എത്തി കഴിയുമ്പോഴേക്കും ചിലപ്പം എഡിന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗോപിക എന്ന് വിളിക്കും. അങ്ങനെയൊക്കെ മാറ്റി മാറ്റി വിളിക്കാറുണ്ട്. പക്ഷേ കുറച്ചും കൂടെ എൻ്റെ ഉള്ളിലേക്ക് അത് വന്നത് സോഷ്യൽ മീഡിയ വിളിച്ച് കഴിഞ്ഞിട്ടാണ്. സോഷ്യൽ മീഡിയക്ക് വേണ്ടി മാത്രമല്ല വിളിച്ചത്. ഐ വാസ് ലൈക്ക് നമ്മുടെ ഹൃദയത്തിൽ തന്നെ വിളിച്ചൊരു സംഭവമാണ് ചേച്ചി എന്ന് വിളിക്കുന്നത്. ഗോപികയായിട്ട് ഇനി വീഡിയോസ് കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് ഞാൻ കേട്ടിരുന്നു ഇൻ്റർവ്യൂസിലും വീഡിയോസിലും. പക്ഷെ ആ ഒരു കഴിഞ്ഞ ലൈഫില്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വീഡിയോസ്, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? അത് നമ്മൾ ആ ഒരു ഫ്ലോയിലെങ്കിൽ ചെയ്തു. കാരണം ഞാനവിടെ എനിക്കൊരു റൂമുണ്ട് അവിടെ. അപ്പോൾ ചേച്ചി ആ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞു ചെയ്യും. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരിത് വരും, അല്ലാതെ വലിയ ഇതൊന്നുമില്ല. അത് കംപ്ലീറ്റ്ലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർക്കായിട്ടാണ്, മനസ്സിലായോ? അപ്പം പുള്ളിക്കാരിക്ക് ഒരു ബിസിനസ് ഉണ്ട്, ഞാനാണെങ്കിൽ യൂട്യൂബ് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മ്യൂച്വൽ ബിസിനസ് എന്ന രീതി കാണുമ്പം അവിടെ ക്ലാഷസ് വരില്ല. കാരണം രണ്ടുപേരുടെയും മഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഓടിക്കഴിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ തല്ല് പിടിച്ചിട്ടോ അല്ലെങ്കിൽ ഡിസഗ്രിമെന്റ്സ് വന്നിട്ടോ ഒന്നും കാര്യമില്ല. അപ്പം ഒബ്വിയസ്ലി നമ്മൾ അത്ര എഫേർട്ട് ഇട്ട് രണ്ടുപേരും ഫുൾ കൊടുത്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഗോപിക ഇനി വീഡിയോസിൽ കാണത്തില്ലെന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഞാനത് ശരിക്കും നേരിട്ട് അറിഞ്ഞിട്ടില്ല. ഞാനധികം കമന്റ് ബോക്സ് പോയി നോക്കാറുമില്ല. ബട്ട് ഇടയ്ക്ക് കാണും നോട്ടിഫിക്കേഷൻ വരും ചേച്ചീനെ മിസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞ്. മേ ബി അത് കൂടുതലും
കുട്ടികളായിരിക്കാം, ഒരു സിസ്റ്റർ ബ്രദർ ബന്ധം കൂടുതൽ ഓടിയിട്ടുള്ളത് കുട്ടികൾക്കിടക്കായിരിക്കാം യൂട്യൂബിൽ, അവരായിരിക്കും കമൻറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ആൾക്കാർ അത് ശരിക്കും മാറ്റർ ചെയ്യുന്നുണ്ടോ? കാരണം ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിൽ ഒരാൾ ഇല്ലെങ്കിലും ഒരാൾ റീപ്ലേസ് ചെയ്താലും. അല്ല, നിങ്ങൾ ഇത്രയും നല്ലൊരു സ്ട്രെങ്ത് ആയിട്ട് നിന്നിട്ട് നല്ല കണ്ടന്റുകൾ കയറിയിട്ടും ഇനി എന്തുകൊണ്ട് ഗോപികയില്ല? ദാറ്റ് വാസ് ആക്ച്വലി മൈ ഡിസിഷൻ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരിക്കലും ഒരു നെഗറ്റീവ് വൈബ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഓറ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നിടത്ത് ഞാൻ നിൽക്കാൻ കൂടുതൽ ആഗ്രഹിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് മേ ബി എനിക്കിപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ മറന്ന് അല്ലെങ്കിൽ ആ ഒരു ഓക്കെ ഇത് പ്രശ്നമൊന്നും ഇല്ലെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ച് ചെയ്യായിരുന്നെങ്കിൽ ഇതിനേലും ഹൈപ്പ് കിട്ടുമായിരുന്നു. മനസ്സിലായി, ഇപ്പം ഒരു 1 million എങ്കിലും ക്രോസ് ചെയ്തേനെ. പക്ഷേ എപ്പോഴും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഒബിയസ്ലി ആ ചോദ്യങ്ങൾക്ക് എനിക്കൊരു കൺക്ലൂഷനും ഉത്തരവ് കിട്ടുന്നുണ്ടായിരുന്നില്ല. കിട്ടിക്കൊണ്ട് ഇരിക്കുന്ന ഉത്തരവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു സ്റ്റേ ഇൻഡിപെൻഡൻറ്റ്. അതായിരുന്നു ഫോർ മൈ ഗ്രോത്ത്, കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം നമുക്ക് പല ട്രോൾസ്, ഇപ്പം ഗോപികയെ ബേസ് ചെയ്താണെങ്കിലും പല ട്രോൾസുകൾ, നെഗറ്റീവ് കമൻസുകൾ നല്ല രീതിയിൽ ഒരു വീഡിയോക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ട് തോന്നാറുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ലായിരുന്നു. ഞാൻ എൻ്റെ ചാനലിലേക്ക് വരുന്നവരോട് ഞാൻ മുൻകൂട്ടി പറയും, ഇതുപോലെ നാട്ടുകാർ തരുന്നത് കിട്ടാൻ പ്രതീക്ഷിച്ചു സ്വീകരിച്ചോളാം. എന്നെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യും. ഞാൻ നാട്ടുകാരെ ബ്ലോക്ക് ചെയ്യില്ല, നിങ്ങളായിരിക്കും ഞാൻ ആദ്യം ബ്ലോക്ക് ചെയ്യുന്നത്. അവരൊക്കെ പറയുകയാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ അത് ഗോപികനെ സംബന്ധിച്ച് എനിക്ക് ഇടക്കിടക്ക് ലൈക്ക് മൂഡ് സ്വിങ്സ് ഒക്കെ വരുമ്പോഴത്തേനും ഗോപികക്ക് ഇതേപോലെ ഇതുണ്ടായിരുന്നു, ബുദ്ധിമുട്ട്, ചിലപ്പം സങ്കടമൊക്കെ വരും. കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നു ഗോപിക ഞാൻ കാണുന്ന ബ്രോയുടെ ചാനലാണ്. അപ്പൊ ആദ്യം പെട്ടെന്ന് ഒരു നെഗറ്റീവ് ഒക്കെ വരുമ്പോൾ ആർക്കാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് അത്ര ഇന്റൻസ് ഒന്നും ആയിരുന്നില്ല, നിർത്തിപ്പോണം അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഐ തിങ്ക് പുള്ളിക്കാരിക്ക് അതൊരു ഫയർ ആയിരുന്നു. ഓക്കെ, ആൾക്കാർ ഇങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളെന്തായാലും ലൈക്ക് എക്സിസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരുമ്പോഴും ട്രോൾസ് വരുമ്പോഴും അല്ലെങ്കിൽ ജീവിതത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴും ആ വീഡിയോ കണ്ടപ്പോഴും ബ്രോ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കരച്ചിലൊക്കെ ഒതുക്കി പിടിച്ച് വിഷമം അല്ലേ പിടിച്ച് ഭയങ്കര ചിരിച്ചുകൊണ്ട് തന്നെ റെസ്പോണ്ട്. എനിക്ക് അങ്ങനെ വരുള്ളൂ. എനിക്ക് ഇപ്പം ഞാൻ ഒറ്റക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇരുന്ന് കരയും. ചുറ്റിനൊക്കെ ആൾക്കാരുണ്ടെങ്കിലോ ഇപ്പോൾ ഒരു ക്യാമറക്ക് ഫ്രണ്ടിലാണെങ്കിലോ എനിക്കങ്ങനെ കരച്ചിൽ വരില്ല പൊതുവേ. അത് കൺവേർട്ട് ചെയ്ത് ലൈക്ക് ചിരിയായിട്ടേ വരുള്ളൂ. അല്ല, ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ ഇപ്പം അന്ന് വീഡിയോ ഒരെണ്ണം ലാസ്റ്റ് ചെയ്തിട്ടില്ലേ, അതിനകത്താണെങ്കിലും നമുക്ക് ശരിക്കും ഇന്ത്യയിൽ നമുക്ക് ക്യാമറ ഒരു അല്ല, ആ ക്യാമറയിൽ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഓപ്പോസിറ്റ് ഫീൽ ചെയ്യാം, ലൈക്ക് അത്ര ആൾക്കാരെന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. സോ എനിക്ക് അവിടെ എൻ്റെ സ്ട്രെങ്ത് കാണിച്ചല്ലേ പറ്റുള്ളൂ. ഒബിയസ്ലി മേ ബി ഞാൻ എന്നെ തന്നെ അങ്ങനെ ശീലിപ്പിച്ച് ടൈം ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, ആ രീതിയിലാണെന്ന്. പക്ഷെ അതെനിക്കൊരു മെച്യൂരിറ്റി ആയിട്ട് തോന്നിയത് ഭയങ്കര അടിപൊളിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അതിനെ ഫേസ് ചെയ്യുന്നവനാണ് കിടിലം. ബ്രോയുടെ മെയിൻ വീഡിയോ കണ്ടത് ഞാൻ കണ്ടാണ്. എനിക്ക് കാരണം ഞാൻ ആ വീഡിയോ എനിക്ക് ഇന്റർവ്യൂനൊക്കെ എടുക്കുന്ന തോന്നുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു. വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ ആലോചിക്കുക, ഇതിപ്പോ എന്താ പറഞ്ഞേ, എനിക്കൊന്നും പക്ഷെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞു, പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് സംഭവം. പക്ഷെ അതൊരു നല്ല ഹൈഡിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫും വർക്ക് ലൈഫും തമ്മിലുള്ള. കാരണം എനിക്ക് ആരെയും കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതും പിടിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുക, അത്രേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ആൾക്കാർക്ക് അറിയാം എന്താ കാരണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തെന്നാണ് ആൾക്കാർക്കൊക്കെ ഒരു ചോദ്യം. എനിക്കും തോന്നിയ ചോദ്യമാണ്, ഞാൻ ചോദിച്ചില്ലേ മോശമായി പോകും. അല്ല, ചോദിച്ചാലും ഞാൻ പറയില്ല. ഇതൊരു മിസ്റ്ററിയാണ്, പേര് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല, പിന്നാണിത്. അല്ല, അതെങ്ങനെ ഇരുന്നോട്ടെ. അത് നമ്മളുടെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അത്രയും വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നണമെന്നില്ല. അപ്പോൾ ആ പ്രശ്നത്തിനെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ ഇട്ട് കൊടുത്തത് ലൈറ്റർ ആക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ്. ശരിക്കും ഹാപ്പി തന്നെയല്ലേ അറ്റ് ദ മൊമെന്റ്? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അല്ല, ഹാപ്പി തന്നെയല്ല. നമ്മളിപ്പം പലപ്പോഴും നമ്മൾ ബ്രോയുടെ വീഡിയോ കണ്ടിന്യൂസ്ലി കാണുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചിരിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളത്. അപ്പം പക്ഷെ ഒരിക്കലും ആരും തിരിച്ചു ചോദിക്കാറില്ല നിങ്ങൾ ഹാപ്പി ആണോ എന്ന്. താങ്ക്സ് ഫോർ ആസ്കിങ്. ഞാൻ ഹാപ്പി ആണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പിയല്ല, ഞാൻ ഒട്ടും ഹാപ്പിയല്ല. കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരു 6 to 7 months ആയിട്ട് എൻ്റെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒബിയസ്ലി എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ഗെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതേസമയം ഞാൻ എന്തൊക്കെയോ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സാക്രിഫൈസ് ചെയ്യുന്ന സംഭവങ്ങൾ എനിക്കിനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അത് ഓർക്കുമ്പോഴേക്കും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതാണ് ജീവിതം, ലൈഫാണ്. അപ്പോൾ അതിന് തിരിച്ച് കിട്ടിയില്ല. കാരണം
നമ്മളുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ മെൻ്റൽ പീസിന് വേണ്ടി നമ്മൾ ലെറ്റ് ഗോ ചെയ്യും കുറേ കാര്യങ്ങൾ. നമ്മൾ വിട്ടുകൊടുക്കേണ്ടി വരും, വിട്ട് കളയേണ്ടി വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു ഇപ്പം എൻ്റെ ലൈഫിൽ. അത് റെക്കറിങ് ട്രോമാസാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് ഞാനിതുപോലെ പുറത്ത് പറയാൻ താല്പര്യപ്പെടുന്നില്ല. അത് ചിലപ്പോൾ ഓക്കെ ആവും, അല്ലെങ്കിൽ ലൈക്ക് ഇത് വെച്ച് നമ്മൾ ജീവിതോടനീളം ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. കാരണം ഈ നമ്മളിപ്പം പെട്ടെന്നുണ്ടാവുന്നൊരു ഇഷ്യൂ, അതാരും ആയിക്കോട്ടെ, പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇഷ്യൂലുപരി നമ്മൾ ഈ മെമ്മറീസ് ആയിരിക്കും, ഈ പറഞ്ഞ പോലെ ഈ സ്വീറ്റ് മെമ്മറീസ് ആയിരിക്കും നമ്മളെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച സംഭവങ്ങളൊക്കെ ഓർക്കാതെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു വെമ്പൽ കാണിക്കും. അപ്പോൾ അത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട്. അത് ഒബിയസ്ലി ഗോപികയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതല്ലാതെ എനിക്ക് വേറെ പ്രൈവറ്റ് ലൈഫ് ഉണ്ട്. അപ്പോൾ കുറേ നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ആരും ചോദിക്കത്തില്ല, ലവർ ഉണ്ടോ? ഓക്കെ, ഐ എം റിവീലിംഗ് ദിസ്. ഐ ഡോണ്ട് ഹാവ് എ ലവർ, ബട്ട് ഞാനൊരു വൺ സൈഡഡ് ലവ് ആയിരുന്നു ഒരു 4 years. പക്ഷെ അത് പൊട്ടി. അതിനോടൊരു ഹോപ്പില്ല എന്ന് ഞാൻ വളരെ അടുത്താണ് അറിയുന്നത്. കാര്യങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയായിരുന്നു. പക്ഷേ സാഹചര്യം, ഡിസ്റ്റൻസ് എല്ലാം കൊണ്ടും നമ്മൾ ലൈക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. 4 years കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനൊക്കെ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വൺ സൈഡ് എന്നൊക്കെ പറയുമ്പോൾ കാര്യം പറഞ്ഞ് പറ്റിയിട്ടെങ്കിൽ നമ്മൾ അടുത്തിലോട്ട് ചാടുന്നിട്ടില്ല. പക്ഷെ അത് തന്നെ ഒരു ആത്മാർത്ഥയുടെ ഒരു ഘടകമാണല്ലോ. 4 years എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് 4 കൊല്ലം വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന്. അങ്ങനെയല്ല, നമ്മൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ അത് ആ രീതിയിൽ പോകുന്നില്ല. പിന്നെ എന്നെ സംബന്ധിച്ചെപ്പോഴും ലോയലാകുക, ലവ് പ്രിസേർവ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്, അത് കൺസേർവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ഐ ലെറ്റ് ഇറ്റ് ഗോ. അല്ല, നമ്മളിപ്പോൾ ഇങ്ങനത്തെ നമ്മൾക്ക് മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനൊക്കെ നേരെ തിരിച്ച് ചോദിക്കുകയാണ്, ലൈഫിലുണ്ടായ ഏറ്റവും ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്? ഐ ഫെൽറ്റ് ലവ്ഡ്. എന്നെ ആരോ പ്രണയിക്കുന്നുണ്ടെന്ന് തോന്നി കുറച്ച് ദിവസങ്ങൾക്ക് മാത്രം. അതായിരുന്നു ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറയാൻ. ഞാൻ എന്നും എൻ്റെ ഒരു ചെറിയൊരു ബോക്സിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ജേർണലിലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അതാണ്. ഞാനിപ്പം തിരിച്ചിടുമ്പോൾ ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പം സ്റ്റിൽ നമുക്കിപ്പോൾ അത്യാവശ്യം മോണിറ്റൈസ് ചെയ്യ റവന്യൂ കാര്യങ്ങളൊക്കെ വരുന്നു. യൂട്യൂബറാണ്, അത് സക്സസ്ഫുൾ തന്നെയാണ്. ലൈക്ക് അത്ര എത്തി. സ്റ്റിൽ അവർ എന്തുകൊണ്ടായിരിക്കാം, ഐ മീൻ സപ്പോർട്ട്. കാരണം ഇപ്പം യൂട്യൂബ് ഇത് കോമൺ യൂട്യൂബ് ഒരു ജോലി തന്നെയാണ്, ഇതും ഒരു വർക്ക് പ്ലേസ് തന്നെയാണ്. ഞാനിപ്പം പറയുന്നു, പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ വെളിയിൽ പോയി ജോലി ചെയ്യുക, 9 to 5 ജോലി ചെയ്യുക, അല്ലെങ്കിൽ അത് തന്നെയല്ല ജോലി, പൈസ ഉണ്ടാക്കുകയാണ് മെയിൻ. പൈസയാണ് മെയിൻ. സോ വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനും മേളിൽ ലക്ക് എന്താണ്? അപ്പൊ അത് ചോദിച്ചിട്ടില്ല എങ്ങനെ വീട്ടില് അവർക്ക്? എൻ്റെ അച്ഛനമ്മ എന്ന് പറയുന്നത് കുറച്ച് ലൈക്ക് നമ്മളേലും ഒരു എന്താ പറയുക 10-20-30 വയസ്സ് എങ്കിലും ഗ്യാപ്പ് ഉണ്ടാവും അവർക്ക്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഫ്ലെക്സിബിളായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. ഓൾറെഡി ഇപ്പം ഞാനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ചിന്തകളും പലതും സ്റ്റബോണായി തുടങ്ങിയിട്ടുണ്ട്. എനിക്കും ഫ്ലെക്സിബിൾ ആവാനും കോംപ്രമൈസസിന് തയ്യാറാവാനും ചില കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. സെയിം കണ്ടീഷനാണ് അവർക്ക്. അപ്പം ഞാൻ അവരെന്തിനാ ബ്ലെയിം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അവരെ തള്ളി പറയുന്നത് എന്തിനാ? അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്കിപ്പം യൂട്യൂബിൽ ഞാൻ എന്തെങ്കിലും പേക്കർ കാണിച്ച് കിടക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്കത് ഒരിക്കലും വേറൊരാളുടെ പോയി പറയാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം അവർ നിൽക്കുന്ന സമൂഹം അവരെ പോലെ തന്നെയുള്ള ആൾക്കാരുടെ സമൂഹമാണ്. അപ്പൊ എൻ്റെ മോനൊരു ഡോക്ടറാണ്, എഞ്ചിനീയറാണെന്ന് പറയുന്നതാണ് ഇപ്പോഴും അവർക്കൊരു പ്രൗഡ് മൊമെന്റ്, ഒരു പ്രൗഡായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ എൻ്റെ മോൻ അവരേലും കുറേ അധികം കാശ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവനെ അതിനേലും ഒരു എന്താ പറയുക ഈസി ആയിട്ടുള്ളൊരു ലൈഫ് ലീഡ് ചെയ്യാണെന്ന് പറയുന്നതിൽ ചിലപ്പോൾ അവർക്കൊരു ഇതുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം. അത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻ മലയാളി പേരൻസിൻ്റെ ഞാൻ എൻ്റെ ഉൾപ്പെടെ ഇങ്ങനെ കണ്ടുവരുന്നതാണ്. ലൈക്ക് അവർ പൈസ ഉണ്ടാക്കാനല്ല ട്രെയിൻ ചെയ്യുന്നത്, ജോലി ചെയ്യാനാണ്. ജോലി ചെയ്യാനല്ല, നമുക്ക് ബോധിപ്പിക്കാൻ. അതാണ് സംഭവം. അച്ഛനമ്മക്കൊന്നും നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ നാട്ടുകാരുടെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ മടിയായതുകൊണ്ടാണ് അവർ നമ്മളോട് ജോലിക്ക് പോകാൻ പറയുന്നത്. മോൻ എന്ത് ചെയ്യുന്നു, മോനൊന്നും ആയില്ലേ, മോന് കല്യാണം ആയില്ലേ, മോനിപ്പോ എന്ത് ചെയ്യണോ? അവര് സിനിമ പറഞ്ഞല്ലേ, കല്യാണം ആയില്ലേ, കല്യാണം ആയാൽ കുട്ടികളായില്ലേ, അടുത്ത കുട്ടികളായില്ലേ. ദാറ്റ്സ് എ ട്രാപ്പ്. അത് ഭയങ്കര ട്രാപ്പ്. കല്യാണം കഴിഞ്ഞ അതുകൊണ്ടാണ് ഞാൻ അറിയിച്ചത്.
എനിക്ക് പറയാൻ ഈ ഫേസ് അല്ലേ ഉള്ളൂ. ഫാമിലി ശരിക്കും ഒരു ട്രാപ്പാണ്. ട്രാപ്പാണ്, ഹാപ്പിനെസ്സും ആണ്. അതെ, ഒരു നമുക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ ഒരു കോയിന്റെ രണ്ട് സൈഡ് പോലെയാണ്. സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏതാണെന്ന് നോക്കിയാൽ മതി, സന്തോഷമാണോ സങ്കടമാണോ നോക്കിയാൽ മതി. പഠിച്ചപ്പോ ശരിക്കും എന്റെ ഇന്റർവ്യൂ അല്ലോട്ടോ, അങ്ങോട്ട് ഈ പേര് അപ്പൊ എന്തുകൊണ്ടാണ് റിവീൽ ചെയ്യാത്ത? അല്ലെങ്കിൽ എന്റെ സ്വന്തം പേര് ഒരു ദിവസം വരും 1 million നോ ഒരു ദിവസം വരും. ഏതായിരിക്കും, എന്തായിരിക്കും അതിന്റെ സ്പെഷ്യൽ മൊമെന്റ്? ആ ഒരു അതാ പറഞ്ഞ ഒരു ദിവസം വരും. ഞാൻ സർപ്രൈസ് കൂടെ വെച്ച് പറയണോ? ഞങ്ങൾക്ക് സർപ്രൈസ് എന്ന് പറയുമ്പോ ഏത് സമയത്താണ് എന്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്രൈസ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അതൊക്കെ അല്ലേ ഒരു കണ്ടത്. ഇനി ഞാൻ പോകുന്നത് ഈ യൂട്യൂബിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തുടങ്ങണമെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാള്, ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങൾ എത്തി വന്നതും? ശരിക്കും പറഞ്ഞാൽ ഈ ആഗ്രഹം വരുന്നത് എനിക്ക് എന്റർടൈനർ ആവണം അല്ലെങ്കിൽ ഒരു നടനാവണം എന്നുള്ളൊരു സംഭവത്തിൽ നിന്നാണ്. അപ്പോഴൊന്നും ഈ യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ഒന്നും എൻ്റെ മൈൻഡിലില്ല. അന്നൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു പുച്ഛമായിരുന്നു. കാരണം ആൾക്കാരെന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അന്നൊന്നും നമ്മൾ ഇത്രയും അപ്ഗ്രേഡ് മേ ബി ഇതൊരു 2 വർഷം മുമ്പായിരുന്നു അല്ലേ? ഒരു യൂട്യൂബിലേക്ക് വന്നിട്ട് ഇപ്പം 1 year ആയിട്ടുള്ളൂ. ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് 2 കൊല്ലമായി. അതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയാം, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാര്യത്തിൽ. കാരണം അന്ന് ഇത്രയും സോഷ്യൽ മീഡിയ ഇത്രയും അങ്ങ് കത്തി കയറിയിട്ടില്ല. അപ്പൊ ആ സമയത്ത് എന്തോ ഒരു ആൾക്കാരെന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല ഇതിൽ നിന്ന് ഇൻകം വരുമെന്നും അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഫെയിം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചിരുന്നത് സിനിമയാണ്, ബിഗ് സ്ക്രീനിലുള്ള സംഭവമാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കര കോമ്പറ്റീഷനാണ്. പിന്നെ സിനിമയിൽ ഇപ്പം എന്നെ പോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത ഒരാൾ, ഞാൻ ആക്ച്വലി പഠിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതുവഴി എന്തെങ്കിലുമൊക്കെ കണക്ഷൻ കിട്ടിയിട്ട് സിനിമയിൽ കയറാൻ പറ്റുമെന്ന്. പക്ഷേ അത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണ്, ഒരു ഫീൽഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയി കഴിഞ്ഞാലും ആരുടെയെങ്കിലും കീഴിൽ നിൽക്കണം. പല കാര്യങ്ങളുണ്ട് അവിടെ. അപ്പോൾ എനിക്ക് വന്നൊരു തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയാണ് യൂട്യൂബിലേക്ക് വരുന്നതും. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് അഭിനയിക്കാനും സ്ക്രിപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ പാടാനും ഡാൻസ് കളിക്കാനൊക്കെ കഴിവുണ്ട്. സോ ഒരു മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് പറ്റിയൊരിടം യൂട്യൂബും ഇൻസ്റ്റഗ്രാമൊക്കെ ആണെന്ന് തോന്നി. അങ്ങനെയാണ് വരുന്നത്. ആദ്യമേ ഭയങ്കര ഇതേപോലെ ഒരു മാസ് ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴും ഇല്ലെന്നല്ല, അത് വന്നിട്ടും എന്നെ അതത്ര രീതിയിലൊന്നും അഫക്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇപ്പം തന്നെ ഞാൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും താഴെ കമൻറ്റ് സെക്ഷനിൽ വന്ന പല ചോദ്യങ്ങളാണ്. അപ്പോൾ ആൾക്കാർക്ക് അറിയാനോ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അത് തന്നെ കാണുമ്പോൾ തന്നെ അത് ഹാപ്പിനെസ് ആണ്. ബാക്കിയുള്ളവരുടെ പ്രൈവറ്റ് ലൈഫ് അറിയുമ്പോൾ പേഴ്സണലി നമ്മൾ പ്രൈവറ്റ് ലൈഫ് ആൾക്കാർക്ക് കാണിക്കുമ്പോഴാണല്ലോ അവർക്കും അത് മനസ്സിലാവുന്നത്, ഇങ്ങനെ ഒരു സംഭവങ്ങളുണ്ട് എന്നൊക്കെ തോന്നുന്നത്. പക്ഷേ ശരിക്കും എന്തിനാ അങ്ങനെ അറിയുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്കതൊരു സെൻസുള്ള കാര്യമായിട്ട് തോന്നിയിട്ടില്ല. കാരണം എന്നെ ബേസിക്കലി എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മണി എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്, അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻസ് ആണ്. ആ സാറ്റിസ്ഫാക്ഷനിലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോട്ടീവിലോ എന്തുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഒരു പ്രൈവറ്റ് ലൈഫ് ഇൻക്ലൂഡ് ചെയ്യണം, അല്ലെങ്കിൽ അതറിഞ്ഞാലേ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്നത് ദാറ്റ്സ് കംപ്ലീറ്റ്ലി പത്തറ്റിക്. അത് എന്തോ ഒരു മാനസിക വൈകല്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഐ മീൻ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കുക. എന്തിനാണ് വല്ലവൻ്റെയും ഈ അതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോയി കൈയിടുന്നത്? നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമാണ് ലൈഫ്. നിങ്ങൾക്കും എളുപ്പമാണ്, ചുറ്റിനുള്ള ആൾക്കാർക്ക് എളുപ്പമാണ്. പക്ഷേ സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പറ്റി ആൾക്കാർ ചോദിക്കുന്നുള്ള ഒരു മാറ്റർ അല്ലേ, അതൊരു ഹാപ്പിനെസ് തന്നെയല്ലേ. നമ്മളെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫ് ആണെങ്കിൽ പോലും. അതെ, അല്ല ആഗ്രഹിക്കുന്നുള്ളത് ഓക്കെ, അത് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമായിരിക്കണം. ഇപ്പം ഞാൻ ഏതെങ്കിലും ചെയ്തിട്ടുള്ളൊരു വർക്ക്സിനെടുത്ത് എഫേർട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കുറച്ച് പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന. ഇത് നിങ്ങൾ അടിച്ച് പിരിഞ്ഞോ, നിങ്ങൾ എന്ത് കാര്യത്തിൽ അടിച്ച് പിരിഞ്ഞത്, ഇതറിയുന്നത് മറ്റേ ഈ ഐ എം സോറി ടു സേ ബട്ട് ഒരു അമ്മായി സ്വഭാവം എന്നൊക്കെ പറയില്ലേ, ഈ ഫംഗ്ഷൻസിനൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും കുറേ അമ്മായിമാർ വരില്ലേ നമ്മളടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ. അതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കിങ്ങനെ പുച്ഛം ഫീൽ ചെയ്ത് തുടങ്ങും. അപ്പം ഈ വീട്ടിലൊക്കെ ആ സമയത്ത് എങ്ങനെ സപ്പോർട്ടൊക്കെ ആയിരുന്നു? നമുക്ക് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കപ്പോ ഒട്ടും സപ്പോർട്ടില്ലായിരുന്നു. ഇപ്പോഴും വലിയ സപ്പോർട്ടൊന്നുമില്ല. ഇപ്പോഴും ഇല്ല. ഇപ്പോൾ വീട്ടുകാരൻ അല്ല, ഞാൻ ചോദിക്കുന്നത് വീട്ടുകാരൻ്റെ സപ്പോർട്ട് എനിക്ക് ശരിക്കും ആവശ്യമില്ല. ഞാൻ ഓടിക്കുന്നൊരു സംഭവമാണ്. വീട്ടുകാരെന്ത് പറഞ്ഞാലും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എക്സിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ല. പിന്നെ ഇതേപോലെ അതായത് ഈ ബേസിക്കലി നാട്ടുകാർ പറയുന്നൊന്നും കേൾക്കാതെ ഞാൻ വരുന്നത് വീട്ടുകാർ പറയുന്നത് കേൾക്കാഞ്ഞിട്ടാണ്. എനിക്ക് ഇവിടെ നിന്ന് ഓൾറെഡി നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ നാട്ടുകാർ പറയുന്നൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഡയറക്ട്ലി ഇങ്ങോട്ടായിരുന്നു ആദ്യം. എന്താ ജോലിക്ക് വെളിയിലൂടെ പോകും അങ്ങനെ എന്താ ചെയ്തിട്ട്? അങ്ങനെ പഞ്ചാബിലായിരുന്നു.
പഞ്ചാബിൽ 1 ഇയർ ടീച്ചിങ് IELTS ട്രെയിൻ ആയിരുന്നു. അവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യണമൊക്കെ? പഞ്ചാബിലുള്ള സമയത്ത് ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്നത്. അത് സ്റ്റാർട്ടിങ്ങിൽ അപ്പോൾ അവിടെ നിന്ന് ഇൻസ്റ്റയിൽ നിന്ന് ഇട്ട് തുടങ്ങി, പിന്നെ ചെറുകെ യൂട്യൂബിലേക്ക് എത്തുമായിരുന്നല്ലേ? അവിടെയും പഞ്ചാബ് എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് കാണുമ്പോഴും കേൾക്കുമ്പോഴും അടിപൊളിയാണെങ്കിലും അവിടെ ഇതേപോലെ തന്നെ നമ്മളറിയാത്ത കുറെ നിഗൂഢതകളും അല്ലെങ്കിൽ എന്നെ പോലത്തെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും, ഞാൻ ഈ കൊച്ചി വളർന്ന ഒരാളാണ്. ഇവിടുത്തെ കൂടുതൽ ആൾക്കാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് അത്രയും ഇറങ്ങി ചെല്ലാത്ത ആൾക്കാരാണ്. കാരണം ഇവിടുത്തെ ലൈഫ് അത്ര ബിസിയാണ്, ഒരു സിറ്റിയാണ്. അവർക്ക് അവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് കുറേം കൂടെ വെമ്പലം കൊണ്ട് നടക്കുന്ന ഒരാൾക്കാരാണ്. അപ്പം എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കൊച്ചി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പെട്ടെന്ന് അങ്ങനത്തെ ഒരു പഞ്ചാബ് പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഐ മീൻ, ഇപ്പം ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ സ്റ്റാഫ്സ് ആയാലും അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആയാലും എന്നെ അറിയാവുന്ന അവിടുത്തെ നാട്ടുകാരായാലും, ഐ മീൻ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവരായാലും കളിയാക്കുമായിരുന്നു, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറയായിരുന്നു. സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ സ്ഥലം വിട്ടു തിരിച്ചും കൂടെ പോകും. പിന്നെ അങ്ങനെ യൂട്യൂബിലേക്ക് വരുന്നു, യൂട്യൂബിൽ കണ്ടന്റ് ഇട്ട് തുടങ്ങുന്നു. ഹൗ ഡു യു ഫീൽ നൗ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രഷറാണ്. ഇത് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞൊരു സംഭവം, ദാറ്റ്സ് ആക്ച്വലി ട്രാപ്പ്. നമ്മളിതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്കില്ല. നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും. നമ്മളുടെ പ്രൈവസി അത്രയും കുറയും, ഒരു കണ്ണന്തിരിയും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റേ ഈ സിനിമയിൽ കാണുന്ന സെലിബ്രിറ്റീസിന്റെ പോലെയല്ല, നമ്മൾക്ക് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്രയും കാശ് വേണമെന്നില്ല. അപ്പോൾ മനസ്സിലായോ? അപ്പം നമ്മൾക്ക് സാധാരണ റോഡിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരും, അപ്പുറത്തെ കടയിൽ പോകേണ്ടി വരും. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും നമ്മളെ. പക്ഷെ എനിക്ക് പലപ്പോഴും ഒരു ഇത് വന്നിട്ടുണ്ട്, ഐ മീൻ ഒരു ഇൻസെക്യൂരിറ്റി വന്നിട്ടുണ്ട്. കാരണം എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നത് ഓക്കെ, പക്ഷെ പുറത്തു വന്ന ആൾക്കാരെന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ കൈ ചൂണ്ടി കാണിക്കുമ്പോഴോ ഞാൻ ചിലപ്പം എന്നെ തന്നെ ഒരു ചോദ്യചിഹ്നാക്കി വെക്കാറുണ്ട്. ഇതെന്താ സംഭവം, ഇവരെന്താ എന്നെ പറ്റി പറയുന്നത്? ചിലപ്പോഴൊക്കെ ഞാൻ ഡിലൂഷണലാവും, അവർ ചിലപ്പോൾ ഇതായിരിക്കും സംസാരിക്കുന്നത് എന്നൊക്കെ തോന്നും. ബട്ട് അപ്പം തന്നെ അത് ഞാൻ മാറ്റിക്കളയും. പണ്ട് ഷാരൂഖ് ഖാൻ പറയുന്നൊരു ഡയലോഗ് ഞാൻ ഓർക്കുന്നത്, ലൈക്ക് ആൾക്ക് ഇത് ശല്യമാകുന്നുണ്ടോ ഈ ഫാൻസ് വരുന്നത്? ഒരിക്കലും ഇല്ല, എന്നെ എപ്പോഴും അവർ പൊതിഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങുമ്പോൾ അവരെല്ലാം തടിച്ച് കൂടണം. അപ്പം നമുക്കും ഈ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് എത്തിയോണ്ടായിരിക്കത്തില്ല അങ്ങനെ ഒരു ആൾക്കാർ മനസ്സിലാകുന്നു, ആൾക്കാർ വരുന്നു, ആൾക്കാർ തിരിച്ചറിയുന്നു ഒക്കെ. ആ ഒരു സ്റ്റേജ് ഇപ്പോൾ ഷാരൂഖ് ഖാൻ പറഞ്ഞ പോലത്തെ ഒരു സ്റ്റേജിലേക്കൊന്നും എത്തുമെന്ന് പോലും എനിക്കറിയില്ല. ഒബ്വിയസ്ലി എത്താൻ ഞാൻ അത്ര ഇപ്പോൾ തൽക്കാലത്തേക്ക് ആഗ്രഹിക്കുന്നില്ല. കാരണം എനിക്കിനിയും അവിടെ ഇവിടെയൊക്കെ തന്നെ തിരിഞ്ഞിടന്ന് കുറെ കണന്തിരി കാണിക്കാനുണ്ട്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ചെയ്തു അതൊക്കെ എന്തായാലും ലൈഫ് ഇതാണ്. ഒത്തിരി സമയമല്ലേ, ഒത്തിരി സമയമുണ്ടെന്ന് വിശ്വസിക്കുന്നത്. ലൈക്ക് എൻ്റെ ജീവൻ പോണ ഒരു സമയമുണ്ട്. അപ്പം ഈ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ബ്രോ തന്നെയാണോ ചെയ്യുന്നത് അതോ? അതെ, സ്വയം ആ ചാനലിൽ വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വരുന്ന അപ്പിയറൻസ് ഉള്ള പുറമേ നിന്ന് ഒരാൾ വരുന്നതല്ലാതെ ബാക്കിയെല്ലാം ഞാൻ തന്നെയാണ്, എഡിറ്റിംഗ് ഉൾപ്പെടെ. ഇപ്പോഴാണെങ്കിലും പുതിയൊരാൾ വന്നല്ലേ, ഒരു പേര് ജീന. പുള്ളിക്കാരി നമ്മളുടെ തന്നെ റൂംമേറ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും നമുക്ക് ഇന്റർവ്യൂ ഒന്നും വിളിക്കണമായിരുന്നില്ല കൂടെ. ജീന ഷീ വോണ്ട് കം. വരത്തില്ല, സോഷ്യൽ മീഡിയയിലോട്ട് അങ്ങോട്ട് പടരത്തില്ലല്ലേ ആള്. നിങ്ങള് ഇവിടെ തന്നെ? ജീന ആക്ച്വലി ബാംഗ്ലൂരാണ്, പുള്ളിക്കാരി ഇപ്പോ ഇവിടെ തന്നെ ഉണ്ട്, കൊച്ചി തന്നെ. ഭയങ്കര ഹാപ്പി ടു സീ യു. കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിലൊക്കെ ഭയങ്കര ഹാപ്പിനെസ്. ബ്രോയുടെ ഒരു കുറച്ച് നേരം ഞങ്ങൾക്ക് തന്നതിലും ഭയങ്കര ഹാപ്പിനെസ്. ഇനിയും ബ്രോയുടെ ഒരുപാട് കണ്ടന്റുകൾ കാണണം എന്ന് ഭയങ്കര, ഞാൻ സ്ഥിരം ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും ചോദിച്ചത് എന്റർടൈൻമെന്റ് മാത്രമേ ബ്രോ തരുന്നുള്ളൂ. ഇനി ഫ്യൂച്ചറിൽ നമ്മള് ഇതുപോലെ ഞാൻ ചിലപ്പോൾ പൊട്ടിത്തേർന്ന് നടക്കായിരിക്കും, പക്ഷെ നമുക്കന്ന് വീഡിയോ പോകേണ്ടി വരും. നമുക്ക് ചിലപ്പം അന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പ്രൊമോഷൻസ് പോകേണ്ടി വരും. നമുക്ക് ചിരിക്കാതെ വേറെ വഴിയില്ല, ചിരിപ്പിക്കാതെ അല്ലെങ്കിൽ ആൾക്കാരെ ചിന്തിപ്പിക്കാതെ വേറെ വഴിയില്ല. ചിലപ്പോൾ ലിറ്ററലി എനിക്ക് ബെഡിൽ നിന്ന് ചില സമയത്ത് നമ്മൾ അത്രയും ചിന്തിച്ച് ഞാൻ ചിലപ്പം കിടന്നു പോകുന്നതായിരിക്കും. പക്ഷെ എഴുന്നേക്ക് ചിരിച്ചോ കളിച്ചോ ക്യാമറ ഓൺ ആക്കിക്കോ, സംഭവം ആൾക്കാർക്ക് കൊടുത്തു. ഹാപ്പിനെസ് പടർത്തുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. ഒരാളെ ചിരിപ്പിക്കാൻ ഏറ്റവും പാടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ചിരിപ്പിക്കാനാണ്. അങ്ങനെ ഒരാളെങ്കിൽ ഒരാൾ നമ്മുടെ കണ്ടന്റ് കണ്ട് ചിരിച്ചെങ്കിൽ അത് ഭയങ്കര വിജയമാണ്. സത്യം. അപ്പം ബ്രോയെ എനിക്ക് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്യാൻ കഴിഞ്ഞതിലും ഒരുപാട് അടിപൊളി സന്തോഷം. ഇനി എന്റർടൈൻമെന്റ് കണ്ടന്റ്സുകൾ ഞങ്ങൾക്ക് ധാരാളം തരട്ടെ, ഒരുപാട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.